അപ്പോൾ ഇന്നത്തെ നാടൻ ഉച്ചയൂണിന് എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് നോക്കിയാലോ. ഞാൻ കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നല്ല കുത്തരിയുടെ ചോറാണ്. നമ്മൾ പാലക്കാടും തൃശ്ശൂരൊക്കെ ആയതുകൊണ്ട് അവിടെ തന്നെ നെല്ലൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ കൂടുതലായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും അരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അമ്മ നെല്ലൊക്കെ കുത്തിച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് വരും കേട്ടോ പോകുമ്പോൾ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ന് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയായിരുന്നു കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് കുറച്ച് സ്റ്റാർച്ചി വെജിറ്റബിളാണ് കേട്ടോ. അതിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൂടുതലുണ്ട്. പിന്നെ അമ്മ തന്നു വിട്ട തേനൂരുന്ന കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കയ്പ്പയ്ക്ക കൊണ്ടാട്ടവും അതുപോലെ അരിക്കൊണ്ടാട്ടവും വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നെല്ലിക്ക ചമ്മന്തിയാണ് അരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെല്ലിക്കയും തേങ്ങയും വെച്ചിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നെല്ലിക്കയുടെയൊക്കെ സീസൺ ആണല്ലോ, എല്ലാവിടെയും കാണാം. അപ്പോൾ നെല്ലിക്കയിലൊക്കെ ആണെങ്കിലും നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ കറി എന്ന് പറയുന്നത് അമരക്കയും പരിപ്പും കൂടി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻസും മിനറൽസൊക്കെ കിട്ടിയില്ലേ. ഇതുപോലെ നമ്മുടെ ഫുഡ് പ്ലേറ്റ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം കേട്ടോ. ഒരു ചെറിയ പോർഷൻ കാർബോഹൈഡ്രേറ്റും പിന്നെ പ്രോട്ടീനും അതുപോലെ ഫൈബർ റിച്ചുമായിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൈജഷനൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നമ്മളൊരു ബാലൻസ്ഡ് മീൽ എപ്പോഴും ഫോളോ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ബോഡി മെറ്റബോളിസം ഒക്കെ നല്ല രീതിക്ക് നടക്കാനും എല്ലാ ന്യൂട്രിയൻസും നിറഞ്ഞ ഒരു ബാലൻസ്ഡ് മീൽ കഴിക്കുകയായിരിക്കും കേട്ടോ. പിന്നെ ഞാനിപ്പോഴും കുറച്ച് തൈര് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താണെങ്കിലും നല്ല ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൈരിൽ നല്ല പ്രോബയോട്ടിക്സ് ഉണ്ട്, നമ്മുടെ വയറിന് ആവശ്യമായിട്ടുള്ള. അപ്പോൾ അതൊക്കെ കൂടി ഊണൊക്കെ കഴിക്കുമ്പോഴേ നമ്മുടെ വയറും ഡൈജഷനും എല്ലാം അങ്ങ് നല്ല വേലാവട്ടോ. നമ്മുടെ ഗട്ട് ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഊണ് കഴിച്ചേട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ നാടൻ ഉച്ചയൂണ്.